ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ബഹ്ജാസ് വ്ലോഗ്. ഇത് ഇന്നലത്തെ വിശേഷം കേട്ടോ. ഞായറാഴ്ച ഞങ്ങൾ രാത്രി ഉമ്മച്ചിനെയും കൊണ്ട് ഇങ്ങനെ ഒരു നൈറ്റ് ഡ്രൈവിന് ഇറങ്ങിയതാട്ടോ. വെറുതെ ഒന്ന് ചുറ്റിയതാ, ഷോപ്പൊക്കെ അടച്ചിട്ട്. ഉമ്മച്ചിക്ക് ഇപ്പോൾ ഭയങ്കര ഇഷ്ടം ഇങ്ങനെ പുറത്തു പോവാൻ. ബീച്ചിലൊക്കെ പോയി കല്ലുമ്മക്കായ, ഉപ്പിലിട്ടത്, ഗ്രീൻ പീസ് ഇതൊക്കെ തിന്നാനൊക്കെ ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഉമ്മച്ചി പണ്ട് ഇങ്ങനെ പുറത്ത് പോകുന്ന ആളൊന്നുമല്ല കേട്ടോ. പുറത്ത് പോകാൻ ഇഷ്ടമില്ല. പുറത്തത്തെ ഒരു ഭക്ഷണവും ഉമ്മച്ചി കഴിക്കില്ല കേട്ടോ. ഹോട്ടലുകളിലുള്ള ഒരു ഭക്ഷണവും കഴിക്കില്ല, വീട്ടിലുണ്ടാക്കിയത് മാത്രം. അങ്ങനെയൊക്കെ ശീലമുള്ള ഒരാളായിരുന്നു കേട്ടോ പണ്ട്. പിന്നെ ഈ ഒരു പാവം മരുമോൾ വന്നതിൻ്റെ ശേഷം ഞങ്ങളിങ്ങനെ പുറത്ത് പോകും. വരുമ്പോൾ ഉമ്മച്ചിക്ക് ഫ്രൈഡ് റൈസൊക്കെ വാങ്ങി അങ്ങനെ ഉമ്മച്ചിക്ക് ഇപ്പോൾ എല്ലാ ഭക്ഷണവും കഴിക്കും. അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പുറത്തത്താണെന്നുള്ള ചിന്തയൊക്കെ മാറി കേട്ടോ. അപ്പോൾ എല്ലാ ഭക്ഷണം കഴിക്കും, പുറത്ത് പോകാൻ ഇഷ്ടമാണ്, അങ്ങനെയൊക്കെ. പിന്നെ ഒരു 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഞങ്ങൾ ഉമ്മച്ചീനെ കൊണ്ടുപോകും കേട്ടോ. ഞങ്ങൾ അല്ലാതെ പോകുമ്പോൾ മാത്രമേ കൊണ്ടുപോകാത്തുള്ളൂ, അല്ലെങ്കിൽ ബൈക്കിൽ പോകുമ്പോൾ മാത്രമേ ഉമ്മച്ചീനെ കൊണ്ടുപോകാത്തുള്ളൂ കേട്ടോ. ഓട്ടോയിൽ പോകുമ്പോൾ എപ്പോഴും ഉമ്മച്ചീനെ കൊണ്ടാണ് പോവുക. പാവല്ല, അതിന് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ യാത്ര ചെയ്യാനൊക്കെ. ഇപ്പോൾ അങ്ങനെ ഇതൊരു സ്പേസും തപ്പി നടക്കുക കേട്ടോ. ബീച്ചിൽ നല്ല തിരക്കുള്ള ഒരു ഭാഗം തന്നെ കിട്ടുകയാണെങ്കിൽ ഉമ്മച്ചീനെ ഇരുത്തി എല്ലാം കാണാമല്ലോ. നല്ല കുഞ്ഞു കടകൾ കണ്ടോ. ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഉമ്മച്ചിക്ക് നമുക്ക് ഓട്ടോ വെക്കാൻ കഴിഞ്ഞു കേട്ടോ. അതുകൊണ്ട് ഉമ്മച്ചിക്ക് എല്ലാം കാണുന്നുണ്ടായിരുന്നു. അവിടുന്ന് ഗ്രീൻ പീസൊക്കെ കഴിക്കുകയാണ് കേട്ടോ ആൾ. ഭയങ്കര ഇഷ്ടം അങ്ങനെ വരാനും ഒക്കെ കയറാനൊക്കെ. ഓട്ടോയിൽ കയറാനും ഇറക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാലിൻ്റെ സർജറി കഴിഞ്ഞുകൊണ്ട് പിന്നെ എങ്ങനെയല്ലോ ഷൗക്കത്ത് എടുത്തിട്ട് അങ്ങനെ കയറ്റിയിരുത്തും ചെയ്യും. അപ്പോൾ അതാ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. ഓരോ ആഗ്രഹങ്ങൾ അല്ലേ. ഇങ്ങനെയൊക്കെ പോകുന്നൊന്നും വെച്ച് വിചാരിച്ചിട്ടേ ഉണ്ടാവില്ലല്ലോ പണ്ടൊന്നും. പിന്നെ അതാ ഉപ്പിലിട്ടതൊക്കെ കഴിക്കുക കേട്ടോ. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഉപ്പിലിട്ടതൊക്കെ? നമുക്കൊക്കെ കഴിക്കുമ്പോൾ പല്ല് പുളിക്കൂലേ? ഞാൻ കഴിക്കും, എന്നാലും എൻ്റെ താത്തമാരും ഉമ്മക്കൊന്നും തിന്നാൻ പറ്റില്ലേനും. പല്ല് പുളിക്കുമെന്ന് പറയും. ഉമ്മച്ചിക്ക് പിന്നെ ആ പ്രശ്നമില്ല. കാരണം എന്താ അറിയോ, പല്ലില്ലല്ലോ. അതുകൊണ്ടാണ് ഉമ്മച്ചിക്ക് അതൊരു പ്രശ്നമില്ലാത്തത്. ഉമ്മച്ചിനെ അവിടെ ഇരുത്തി നമ്മളിങ്ങനെ കുറച്ച് ദൂരം ചുറ്റിയിട്ടോ. ഇത്തിരി നേരം. അത് പിന്നെ ഇത്രയും തിരക്കുള്ള സ്ഥലമായതുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരുന്നോളൂ. നമ്മളിങ്ങനെ കുറച്ച് രാത്രി ഇങ്ങനെ തിരമാല കാണാനൊക്കെ നല്ല രസമാണല്ലോ. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ ചുറ്റി അടിച്ചിട്ടോ. എന്നിട്ട് കുറച്ച് ഇതൊക്കെ എന്താ അറിയോ, എന്തോ ഒരു ഇത് വെച്ചിട്ട് എന്തൊക്കെയോ പിക്ചർ കാണിച്ച് പേടിപ്പിക്കുന്നതാണ് അത്. പിന്നെ ഞാൻ കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് നടന്നു പോകുന്നതും എല്ലാം ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലത്തെ വിശേഷങ്ങൾ. കുറച്ച് നല്ല ഫോട്ടോസൊക്കെ കിട്ടിയിട്ടോ. ഇതൊക്കെ എന്താ പറയുക, B6ൻ്റെ ഒക്കെ ഒരു കഴിവാണ് കേട്ടോ. അല്ലാതെ നമ്മളെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.